പറഞ്ഞു വരുമ്പോൾ 2026 ഡേ തുടങ്ങിയാക്കും, അപ്പോഴത്തേക്ക് ഫെബ്രുവരി ആയി, റമദാനുമായി. പൊതുവെ നമ്മൾ പറയുന്നത് 30 ദിവസം നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കാനുള്ള ടൈമാണ് റമദാൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 30 ദിവസം നമ്മൾ ഏതൊരു വസ്തുവും ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റ് സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ റമദാനിലെ 30 ദിവസങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കാം. So 3 big no's in this Ramadan. So hi, it's me Dr. Fatima Ikhlas. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത 3 വെള്ളകളാണ്. ഒന്നാമത്തത് ഷുഗർ, രണ്ടാമത്തത് മൈദ, മൂന്നാമത്തത് സോൾട്ട്. ഈ പ്രത്യേകിച്ച് റമദാൻ ആകുമ്പോൾ ഒരുപാട് മധുരട്ടുകൊണ്ടുള്ള ജ്യൂസസാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഡേറ്റ്സും മധുരമുള്ള ഫ്രൂട്ട്സും ഒക്കെ തന്നെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ലെവലിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തതാണ് മൈദ. പൊറോട്ട, പൂരി പോലുള്ള മൈദ കലർന്നിട്ടുള്ള പലഹാരങ്ങൾ നമുക്ക് റമദാനിൽ വേണ്ടാന്ന് വെക്കാം. പകരം നമുക്ക് ചോറോ അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റ് പലഹാരങ്ങളോ നമ്മുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ദഹനത്തെ എളുപ്പമാക്കാൻ വേണ്ടി കൂടി സഹായിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ നോ പറയുന്നത് സോൾട്ടിനോടാണ്. അമിതമായിട്ടുള്ള ഉപ്പ് കൺസ്യൂം ചെയ്ത് നമ്മുടെ ശരീരത്തിലെ വാട്ടർ റിട്ടൻഷൻ കൂട്ടുകയും നമ്മുടെ വയറ് എപ്പോഴും ഒരു ബ്ലോട്ടിംഗ് ആയിട്ട് ഒരു ഗ്യാസ്ട്രിക് എഫക്റ്റിൽ നിലനിർത്തുകയും ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി റമദാൻ അയക്കുന്ന മൈദയും പൊരിച്ച കടികളും പഞ്ചസാര ഇട്ടിട്ടുള്ള ജ്യൂസുകളും കുടിച്ചാൽ മാത്രമേ നോമ്പ് മുറിയുള്ളൂ എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. റമദാനിന്റെ 30 ദിവസങ്ങളായിട്ട് 30 ടോപ്പിക്സ് ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ഏതൊക്കെ ടോപ്പിക്സ് വേണം, എന്തൊക്കെ ഡൗട്ട്സ് ക്ലിയർ ആണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.